الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربتت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ നിയന്താവായ പരമദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മുടെ ഈ ജീവിതം ഒരു യാത്രയാണെന്നും ആ യാത്ര അവസാനിക്കുന്ന ഒരു സമയമുണ്ട് എന്നും ഓർമ്മപ്പെടുത്തി. അതേപോലെ തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ ജീവിതം അവസാനിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്ക് ചുറ്റിനും പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും. ആ മഴയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅ, നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായി കാണുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ഭൂമി വരണ്ടുണങ്ങിയ ഭൂമിയായിരുന്നു. അങ്ങനെ നിനക്ക് കാണാൻ കഴിയും. ഫഇദാ അൻസൽനാ അലൈഹൽ മാ, എന്നാൽ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇഹ്തസ്സത് വറബതത്, അതെന്ത് ചെയ്യും? അത് ചലനമുണ്ടാകുകയും അതിൽ വളരുകയും ചെയ്യും, സസ്യങ്ങൾ വളരുകയും ചെയ്യും. അപ്പം വരണ്ടുണങ്ങിയ ഭൂമി, അതിലേക്ക് വെള്ളം പെയ്തു കഴിഞ്ഞാൽ അത് ചലിക്കുകയും അതിൽ നിന്ന് മുളകൾ പൊട്ടി സസ്യങ്ങൾ വളർന്നു വരികയും ചെയ്യുന്നത് നിനക്ക് കാണാം. അന്നക തറ, നിനക്ക് കാണാൻ കഴിയുന്ന. ഇതേപോലെ അള്ളാഹു പറയാണ് ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത, ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ
മരിച്ചുപോയ സാധനങ്ങൾക്ക് ജീവൻ നൽകുകയും ആ ജീവൻ ചെയ്യുന്നത് റബ്ബാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ മരിച്ചവർക്ക് ജീവൻ നൽകുകയും ചെയ്യും. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ മരണബോധവും പരലോകബോധവും നമ്മളെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്, ഒരു പ്രതിഭാസം കൂടിയാണ് എന്ന് നാം ഓർക്കണം. കാരണം ഈ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് മഴയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇന്നലെ വരെ ഉറച്ച ഭൂമി ഇന്ന് നല്ല തളിർത്ത് സസ്യങ്ങൾ മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ നമ്മളും നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നത് ഉറപ്പാണ്. മാത്രമല്ല മഴ മനുഷ്യന്റെ ഈ നൈമിഷിക ജീവിതത്തെ പറ്റിയും പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ തന്നെയാണ് ആ ഉദാഹരണവും പറഞ്ഞത്. ഇന്നമാ മസലു ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഉപമ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണ്. നേരത്തെ പറഞ്ഞു മഴ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത് പറയാ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമല്ലേ അത് നശ്വരമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മഴയാണ്. നോക്കൂ, ആകാശത്ത് നിന്ന് പെയ്യുന്ന ഒരു മഴ പോലെയാണ് ഈ ദുനിയാവിലെ ജീവിതം. ആ മഴ എന്ത് ചെയ്യുന്നു? അത് ഭൂമിയിലേക്ക് വർഷിച്ച് മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കാൻ ആവശ്യമുള്ള ഭൂമിയിലെ സസ്യങ്ങൾ ഇടകലർന്നുകൊണ്ട് അതിനെ വളർത്തുന്നു. ആ മഴ പെയ്യുന്നതിലൂടെ സസ്യങ്ങൾ വളരുന്നു. ആ വളരുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യർക്കും നാൽക്കാലികൾക്കും ഭക്ഷണമായി കൊണ്ട്. മാത്രമല്ല മാത്രമല്ല ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിനുശേഷം അത് അഴകാർന്നതാകുന്നു, സുഹുറുപ്പ് ഉണ്ടാകുന്നു, വസയ്യനത്ത് അത് അങ്ങേയറ്റത്തെ അലങ്കാരമണിയുകയും ചെയ്യുന്നു. അങ്ങനെ മഴ പെയ്ത് സസ്യങ്ങൾ വളർന്ന് അത് അലങ്കാരമായി അത് നല്ല രൂപത്തിലുള്ള അല്ലെങ്കിൽ നല്ല രസമുള്ള രൂപത്തിലായിത്തീരുന്ന ഒരവസ്ഥ ഭൂമിക്കുണ്ടാവും. അവിടെ മനുഷ്യന് ഭക്ഷിക്കാനുള്ളതാണ്, നാൽക്കാലികൾക്കൊക്കെ ഭക്ഷിക്കാനുള്ളതാണ്. അപ്പോ അതിന്റെ ഈ ദുനിയാവിലെ വിചാരിക്കാണ് അതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തപ്പോ അവന്റെ വയലിൽ നിന്ന് വിളകൾ ഇങ്ങനെ ഉയർന്നു വന്ന് നല്ല രൂപത്തിലുള്ള ഫലം കായ്ച്ചു നിൽക്കുമ്പോ അയാൾക്ക് ഇങ്ങനെ ബോധ്യപ്പെടാൻ ഇതൊക്കെ എനിക്ക് പറിച്ചെടുക്കാൻ കഴിയുന്നു. ശരിയാണ്, ആ ജീവിതം ഇങ്ങനെ ഇതുപോലാണ് നമ്മുടെ ജീവിതവും. അള്ളാഹ് പറയാണ്, നിങ്ങൾ ചെറിയ കുട്ടിയായി അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭാശയത്തിലായി അവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായി നല്ലൊരവസ്ഥ വന്നു. അപ്പൊ നിങ്ങൾ പറയാ അന്നഹും ഖാദിറൂന അലൈഹ, നിങ്ങൾക്ക് എല്ലാത്തിനും കൈകിട്ടോ എന്ന് പറയുന്ന ആ ഘട്ടമെത്തുമ്പോ ഇതേപോലെ വിളവെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു പകലിലോ ഒരു രാത്രിയിലോ നമ്മുടെ കൽപ്പന വന്നാൽ ഇന്നലെ വരെ അങ്ങനെ ഉണ്ടായിരുന്നോ, ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും ഇല്ലാത്ത വണ്ണം അത് കൊയ്തെടുക്കപ്പെട്ടതുപോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട്, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് എനിക്കെല്ലാത്തിനും കഴിയും എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ അലാമത്ത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും പിന്നീട് നമ്മൾ ആശുപത്രിയിലേക്ക് അങ്ങ് പോയി പിന്നീട് കാണുന്നത് അവസാനം ജീവിതം അങ്ങ് ചെറുതായി അവസാനം മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഇത് മഴയിലൂടെ ഈ ദുനിയാവിലെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നശ്വരതയ്ക്ക് പിന്നാലെയല്ല പോകേണ്ടത്.
ഈ നശ്വരതയ്ക്ക് പിന്നാലെ പോയാൽ ഒരു പക്ഷേ ദുനിയാവിൽ അല്പം കിട്ടിയെന്ന് വരും. അത് നിനക്ക് ശാശ്വതമായി ഉണ്ടാകുന്ന ഒന്നല്ല. മൻ കാന യുരീദുൽ ഹയാത്തിദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലുഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അല്ലാഹു പറയുന്നു, മൻ കാന യുരീദുൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിന്റെ അവന് മരണപ്പെട്ടു പോകുന്ന, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഈ ദുനിയാവിലെ ജീവിതമല്ലേ, ഈ ജീവിതമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൻ കാന യുരീദുൽ ഹയാത്തിദ് ദുനിയാ വസീനതഹാ, ദുനിയാവിലെ അലങ്കാരവും ഇവിടുത്തെ ഭയങ്കര സംഭവമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത്. അയാൾ ഉദ്ദേശിക്കുന്നത് അള്ളയും അയാൾക്ക് അയാളുടെ പ്രവർത്തനം പൂർത്തിയാക്കി കൊടുക്കും. അയാൾ എന്താണ് ആഗ്രഹിച്ചത് ചിലപ്പോ ഒക്കെ കൊടുക്കും. അതിലുള്ള എല്ലാ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ചെയ്യും, പൂർത്തീകരിച്ചാണ് കൊടുക്കും. എന്നാൽ അയാൾക്ക് ഒന്നും തന്നെ എന്താണ് നാളേക്ക് ലഭ്യമാവുകയില്ല. മാത്രമല്ല അയാൾക്ക് ആഖിറത്തിൽ ഉണ്ടാകുന്നത് നരകമല്ലാതെ മറ്റൊന്നുമല്ലാതെ, ദുനിയാവ് മാത്രം ആഗ്രഹിച്ച് അതിന്റെ സീനത്തിന് പിന്നാലെ പോയ ആൾക്ക് ഒരു പക്ഷേ അള്ളാഹു എന്തെയും അതിന്റെ ഓഹരി കൊടുത്തേക്കാം. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല, ആഖിറത്തിൽ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് ഏതിന്റെ പിന്നാലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഅ ലിമൻ നുരീദ് സുമ്മ ജഅൽനാഹു ജഹന്നമ യസ്ലാഹാ മദ്ഹൂമൻ മദ്ഹൂറാ. ഈ നൈമിഷികതയ്ക്ക് പിന്നാലെ, ഈ നശ്വരതയ്ക്ക് പിന്നാലെ പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നിന്യതയും അതുപോലെ തന്നെ നാശവുമാണ് അവർക്ക് കൊടുക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, വമൻ അറാദൽ ആഖിറ, എന്നാൽ നിങ്ങൾ ആഖിറത്തിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട് ഫഉലൈക കാന സഅയുഹും മശ്കൂറാ, അവന്റെ പ്രവർത്തനമാണ് ഇഹത്തിലും പരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലമായി അല്ലെങ്കിൽ നന്ദിയോടെ സ്മരിക്കുന്ന ജീവിതമായി അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നെങ്കിലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഓർക്കേണ്ടതുണ്ട് എന്നർത്ഥം. നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹത്തെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത്, ഈ അനുഗ്രഹം അത് ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബോധ്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് വേണം. നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് മഴയിലൂടെ നമ്മൾ ആസ്വദിക്കുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴ തരുന്ന സമയത്ത് അതിന്റെ അളവിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അത് വലിയൊരു സംഭവമാണ്. നമ്മളിങ്ങനെ ഈ മഴയെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിന്റെ കാര്യത്തെ ഈ മഴ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നിൽക്കുമ്പോ, പഠിച്ചോനെ, ഈ മഴ അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹവും കൂടിയാണല്ലോ എന്ന ബോധ്യം വേണം. അത് ആർക്കേ ഉണ്ടാവും, തിരിച്ചു പോകും എന്ന ബോധ്യം തോന്നെ ഉണ്ടാവും. ഈ മഴ കാണുമ്പോ ഒരു തിരിച്ചുപോക്കുണ്ട്, എന്നെ മരിച്ചിടത്ത് നിന്ന് എന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് എന്നെ ഈ മഴ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഠിച്ചോനെ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാരണം ശുക്ർ രേഖപ്പെടുത്താൻ മാത്രം അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഴയെ സംബന്ധിച്ചുള്ള പറയാണ്, വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈതാ കദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മഴ ഇറക്കുന്നത് ബിഖദരിൻ, ഒരളവിലാണ്. ഈ അളവെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ അവസ്ഥ. ഒരു സെക്കൻഡിൽ 16 ദശലക്ഷം ടൺ ജലമാണ് നീരാവിയായി ഉയരുന്നത്. അതേ 16 ദശലക്ഷം ടണ്ണാണ് ഒരു സെക്കൻഡിൽ മഴയായി ഇങ്ങോട്ട് പെയ്യുന്നതും ഒരേ തുല്യമാണ്. അതായത് ഭൂമിയിൽ പെയ്യുന്ന മഴയുടെ അളവ് എല്ലാ കാലവും സമമാണ് എന്നർത്ഥം. അപ്പൊ അതിന് ഇത്ര കണക്കാക്കി അത് ആരാ പെയ്യിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കി, നമ്മൾക്ക് ഈ കണക്ക് ഇത്ര കൃത്യമായി കിട്ടാൻ എന്തുകൊണ്ടാ സാധിച്ചത്? അതിന്റെ ആ കൃത്യതയോട് കൂടി ഇറക്കുന്ന പടച്ചതമ്പുരാനായതുകൊണ്ടാണ്.
അത് അതിന്റെ അളവ് കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മറ്റൊന്ന്, ആ മഴയുടെ ഇറക്കത്തിന്റെ വേഗത എങ്ങാനും ആ വേഗത പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ മറ്റൊരു അനുഗ്രഹമാണ്. 120 മീറ്റർ ഉയരത്തിൽ നിന്ന് മഴത്തുള്ളി എങ്ങാനും വീഴാണ്. ആ വീഴുന്ന സന്ദർഭത്തിൽ 558 കിലോമീറ്റർ വേഗതയിൽ അത് ഇവിടേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? നാശനഷ്ടങ്ങൾ ഉണ്ടാകും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല. നമ്മൾ ഉണ്ടാക്കിയ കൃഷി നശിച്ചു പോകും. ഏത് 1200 അടി ഉയരത്തിൽ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ 1200 അടി ഉയരത്തിൽ നിന്ന് മഴ പെയ്ത് 558 കിലോമീറ്റർ വേഗതയിൽ താഴേക്ക് വന്നാൽ ഭൂമിയിലുള്ളത് നശിക്കും. അത് അപ്പം 15,000 കിലോമീറ്റർ മുകളിൽ നിന്നും ഏകദേശം ഏറ്റവും ഉയരം കുറഞ്ഞ വേഗം ഏറ്റവും ഉയരം കുറഞ്ഞത് 1200 മീറ്റർ ആണ്. അതിന് മുകളിൽ നിന്നും മഴ പെയ്താൽ നമ്മുടെ അവസ്ഥ എന്താ? പക്ഷെ നോക്കൂ, അള്ളാഹുവിന്റെ ഒരു കുതിരത്ത് നോക്കി, ഏത് മഴത്തുള്ളിയും ഇവിടേക്ക് വരുന്ന വേഗത 8 മുതൽ 10 കിലോമീറ്റർ വേഗതയിലാണ്. 8 മുതൽ 10 വരെ കിലോമീറ്റർ വേഗതയിൽ ആ മഴത്തുള്ളി ഇതിലേക്ക് വരാൻ കാരണം എന്താ? ആ മഴത്തുള്ളിയുടെ രൂപഘടനയാണ്. ആ രൂപഘടന ഉള്ളത് കൊണ്ട് അന്തരീക്ഷത്തിന്റെ ഘർഷണം കൂടുകയും വേഗത കുറയുകയും ചെയ്യുകയാണ്. ഈ ഒരു ടെക്നോളജിയാണ്, ഈ ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മുടെ പാരച്യൂട്ടിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മേഘത്തിൽ നിന്ന് മഴത്തുള്ളികൾക്ക് പ്രത്യേകമായ ആകൃതി നിശ്ചയിച്ചത്. ആ ആകൃതിയോടുകൂടി താഴേക്ക് വരുമ്പോ അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം അതിന് വേഗത കുറഞ്ഞു വരികയാണ്. അപ്പോഴോ ആ മഴ ആസ്വദിക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടച്ച തമ്പുരാന് ഇതെങ്ങാനും കോരിച്ചൊരിയുന്ന രൂപത്തിലാണെങ്കിൽ എന്റെ ജീവിതം ഇവിടെ സാധ്യമല്ല. എനിക്ക് ഇവിടെ ജീവിതം സാധ്യമാക്കിയ പടച്ച തമ്പുരാൻ, ആ റബ്ബിനോട് നന്ദി പറയുകയാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി നമ്മളോട് ഈ മഴ കാണുന്ന സന്ദർഭത്തിൽ ഓർക്കാൻ പറയുന്നത്. ആദ്യം ഒരു തിരിച്ചുപോക്കിനെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കുന്നു. 2, ഇത്രയും വലിയ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുമ്പോ നമ്മൾ അത് ആസ്വദിച്ചങ്ങ് തീർക്കല്ല. മഴ കൊണ്ട് ആസ്വദിക്കുന്നതിന് പകരം, ആ വെള്ളം കിട്ടി ആസ്വദിക്കുന്നതിന് പകരം അതിന്റെ ഓരോ സന്ദർഭത്തിലും നന്ദി പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പഠിച്ചോന്റെ ഒരു ചോദ്യം, എത്ര വെള്ളം നമ്മൾ കുടിക്കുന്നത്? മനുഷ്യന് വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ശരീരത്തിന്റെ എത്ര ശതമാനമാണ് വെള്ളം? ഭൂമിയുടെ എത്ര ശതമാനം വെള്ളമാണ് ഏറ്റവും കൂടുതൽ. ഈ വെള്ളത്തെ സംബന്ധിച്ച് പടച്ചോൻ പറയാണ്, നിനക്ക് കുടിക്കാൻ ആവശ്യമായ ശുദ്ധമായ ജലമല്ലോ, ആ ജലത്തെ പറ്റി നീ ചിന്തിക്കുക. എന്നിട്ടോ ഒന്ന് ശുക്ർ രേഖപ്പെടുത്തുന്നു. ആ വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ പോലും ബിസ്മി ചൊല്ലാൻ മറക്കുന്ന ആളുകൾ, അത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തെ അത്രമേൽ ഉന്മേഷമാക്കുന്ന തരത്തിൽ ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആളുകൾ ചുരുങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നാം അല്ലാഹുവിനെ കൃത്യമായി ഓർക്കുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയെ നീ വർഷിപ്പിക്കണം. ആ മഴ തന്നെ അല്ലാഹുവിന്റെ അദാബായിട്ടും ഇറങ്ങിയിട്ടുണ്ട്, ഉപകാരമുള്ളതായിട്ടുള്ള മഴയുണ്ട്. അതുകൊണ്ട് ആ ഉപകാരപ്രദമായ മഴയെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അധികമായാൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആഖാമി വൽളറാബി വൽബുതൂനിൽ അദ്വിയ വൽമനാബിത്തുശ് ശജറ, ഈ മരങ്ങളുള്ള അതുപോലെ തായ്വരകളുള്ള അതുപോലെ
ഇതൊന്നും ലഭ്യമാകാത്ത സ്ഥലങ്ങളിലേക്ക് പടച്ചോനെ ഈ മഴയെ നീ മാറ്റണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് അധികമായാൽ നമ്മൾ ചെയ്യേണ്ടത്. ഞാനിത് സൂചിപ്പിച്ചത് ഈ മഴയൊക്കെ നമ്മൾ കൊള്ളുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒക്കെ നന്ദി സൂചകമായ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിന്റെ ഒരു നന്ദികേടാണ്, അത് മാത്രമാണ് എന്ന് പറയുന്നത്. ലാ തുസ്രിഫു, നമ്മൾ വെള്ളത്തിലും അമിതവ്യയം ചെയ്യാൻ പാടില്ല. ഈ വെള്ളം നമുക്ക് അമിതമായി ഇപ്പൊ കിട്ടുന്നുവെങ്കിൽ അതിലൊരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമിതമായി പൈപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുക, നമ്മൾ പാത്രം കഴുകുക അല്ലേ. അതുപോലെ ബാത്റൂമിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് ടാങ്കിൽ 1, 2, 3 തവണ നമ്മളങ്ങനെ അടിക്കാണ്. ഒന്നിനും നമ്മൾ ഒരു കരുതലും വെച്ചില്ല എങ്കിൽ അത് വലിയ ഒരു അപകടമാണ്. അതുകൊണ്ട് കിട്ടിയ വെള്ളം അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് ഓർത്തുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അതിനെ അധികമായി പാഴാക്കാതെ ജീവിതത്തിന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പരലോക യാത്രയെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയും ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഇസ്ലാം പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് 12 വർഷത്തോളം പീഡന അനുഭവിച്ചത്. ഒരു നിലക്ക് പ്രവാചകന് ക്ഷമ അവലംബിച്ച് മുന്നോട്ട് പോയതും ഒരു സമാധാനത്തിന്റെ എങ്ങാനും ഒരു തടസ്സമുണ്ടാകരുത് എന്ന് കരുതി തന്നെയാണ്. പിന്നീട് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു യുദ്ധം വന്നതുപോലും ഈ സമാധാനത്തിന് സ്വസ്ഥത തരൂല എന്ന് അതിന്റെ ആളുകൾ തീരുമാനിച്ച ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നില്ല. ഇന്ന് നമുക്കറിയാം, സമാധാനം തകർക്കുന്ന തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുകയാണ്. യുദ്ധങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയാത്തവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അത് അങ്ങ് എവിടെയോ നടക്കുന്നതല്ലേ, നമുക്കത് ബാധിക്കുകയില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമുക്കെല്ലാവർക്കും അത് ബാധിക്കും. ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നത് എല്ലാവർക്കുമാണ്. പക്ഷെ ഒരു ഭാഗത്ത് നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലി സമൂഹമാണ്. ഇസ്രായേല്യരുടെ അനുസരണക്കേടും അവരുടെ ധിക്കാര മനോഭാവവും ഒക്കെ ചരിത്രത്തിലെമ്പാടുമുണ്ട്. വിശുദ്ധ ഖുർആനുണ്ട്. ജൂതന്മാർ, ഇസ്രായേലികൾ, അവര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാണിച്ച ധിക്കാരം, അവിടെ ഇങ്ങോട്ട് വന്ന് ആ സമൂഹം കാണിച്ചിട്ടുള്ള ധിക്കാരങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിലെമ്പാടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖൈബറിൽ, മദീനയിൽ, പ്രവാചകന്റെ ജസീറത്തുൽ അറബിൽ ഒക്കെ അവർക്ക് എല്ലാ കാലഘട്ടത്തിലും ഈ ധിക്കാര മനോഭാവം കൊണ്ട് അവർക്ക് പരാജയം മാത്രമേ നേരിട്ടിട്ടുള്ളൂ. ഖൈബറിൽ നിന്ന് അവർ ഓടിപ്പോയതാണ്. ജസീറത്തുൽ അറബിൽ നിന്ന് അവർ ഒഴിവായതാണ്. പിന്നീട് ഇങ്ങോട്ട് നടന്ന ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ ഈ ജൂതന്മാർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് അവരുടെ ധിക്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും ഫലമായിട്ടാണ്. പിന്നീട് 1948 ലോകരാഷ്ട്രങ്ങളുടെ ഫലമായി ഒരു രാജ്യം അവർക്ക് കിട്ടി. ആ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ നടത്തുന്ന ക്രൂരത, ആ ക്രൂരതയിലാണ് അല്പമെങ്കിലും ആശ്വാസം അവർക്ക് ഉണ്ടായത്. എങ്കിലും അതും കൂടുതൽ കാലം നിലനിൽക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധിക്കാരികളായ ആളുകളെ ഇങ്ങനെ നിലനിർത്തിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മറുഭാഗത്ത് നമുക്കറിയാം, ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിലേക്ക് ഈ വിശ്വാസ രംഗത്തും അതുപോലെ എല്ലാ രംഗത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരുന്ന ശിഈ ഭാഗവുമാണ്.
പക്ഷെ രണ്ടും ഉണ്ടാക്കി തീർക്കുന്നത് എന്താണ്? അസമാധാനമാണ്. അവസാനം മുസ്ലിം രാഷ്ട്രങ്ങളിലെ സ്വസ്ഥതയും പശ്ചിമേഷ്യയിൽ ഇപ്പം നിലനിൽക്കുന്ന അല്പമെങ്കിലും നിലനിൽക്കുന്ന സമാധാനം പോലും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥനകൾ നിർവഹിക്കാനേ കഴിയും. നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ കഴിയും. ഈ ഒരു അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു രൂപമുണ്ട്. ചില ആളുകളെ കൊണ്ട് തടുത്തു നിർത്തുക എന്നത് അത് ഒരു സമാധാനത്തിന് വേണ്ടി, ഭൂമിയിലെ ഫസാദ് നീക്കിക്കളയാൻ വേണ്ടി എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂലോകം മുഴുവൻ കുഴപ്പത്തിലാകും എന്ന് പറയുന്ന ഒരു ആശ്വാസം മാത്രമാണ് ഇപ്പോ അതിൽ നിന്നൊക്കെ കിട്ടുന്നത്. പക്ഷേ അത് നിലനിന്നു പോകുക, നിർത്തിപ്പോകുക, ആ ഗസ്സയിലെ മക്കളുടെ ധീരരോധനങ്ങളിലെ വല്ലാത്ത പ്രയാസങ്ങളിലെ അതൊക്കെ ഒന്ന് മാറി സ്വസ്ഥത ആ നാട്ടിൽ ഉണ്ടാകുക, ലോകത്ത് സ്വസ്ഥത ഉണ്ടാകുക. അതിനൊക്കെ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാനുള്ളത് അത്രമേൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാ. ആഖിബത്ത് നന്നാകണേന്ന്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരിനാ കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയാ വഅദാബിൽ ആഖിറ. നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, ഞങ്ങളുടെ ആഖിബത്ത്, ഞങ്ങളുടെ അവസാനം, ഫീ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യത്തിലുമുള്ള ഞങ്ങളുടെ പര്യവസാനം പടച്ച തമ്പുരാനെ നന്നാക്കി തരണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വഅജിർനാ മിൻ ഖിസ്യി ദുനിയാ, ദുനിയാവിലെ ഖിസ്യി, നിന്ദയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. വഅദാബിൻ നാർ, അല്ലാഹുവേ നാളത്തെ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ഈ മുസ്ലിം ലോകത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടന്നു പോകുന്നത്. ഒരിക്കലും നമ്മുടെ ആസ്വാദനങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്നു ഓടേണ്ട ഒരു സന്ദർഭമല്ല. മറിച്ച് നമുക്ക് കിട്ടിയ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളാണ്. ഇനി ഒരു മൂന്നാം ലോകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നത് സഹനീയമായ ഒന്നായിത്തീരും. അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാന്റെ ചില ഇടപെടലുകൾ ഉണ്ടാകും. ആ ഇടപെടലുകൾ നന്നായി തീരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഈ ഒരു അവസ്ഥയെല്ലാം മാറ്റി സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളെല്ലാം, ലോകത്തെയെല്ലാം മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വേദനിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, ആ വേദനകളിൽ നിന്ന് ആ സമൂഹത്തിന് നീ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ, അള്ളാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരു സഹോദരൻ തന്റെ ചെറിയ കുഞ്ഞിനുള്ള വലിയൊരു അസുഖം, അതിന്റെ മജ്ജ മാറ്റിവെക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുട്ടി ഐസിയുലാണ്. അതിന്റെ തന്നെ ഏറ്റവും മൂത്ത കുട്ടിയുടെ മജ്ജയാണ് മാറ്റിവെക്കുന്നത്. അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ നാഥ, ആ കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ എമ്പാടും, സഹോദരിമാർ എമ്പാടും, അള്ളാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ള ആളുകൾ, വേദനകൾ കൊണ്ട് കടിച്ചമർത്തുന്ന ഒരുപാട് സഹോദരങ്ങൾ, അള്ളാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, വിചാരണ പോലും ചെയ്യാതെ തടവറയിൽ കഴിയുന്ന സഹോദരങ്ങൾ, അള്ളാഹുവേ, അവർക്കെല്ലാം സ്വസ്ഥതയും സമാധാനവും ഇസ്സത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ
നിന്നെല്ലാം എത്രയും പെട്ടെന്ന് മോചനം ലഭിച്ച് ഒരു സ്വസ്ഥമായ ജീവിതത്തിലേക്ക് എത്താനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ വിവിധങ്ങളായ മേഖലയിൽ ജോലി ചെയ്യുന്നു, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, മറ്റു ഏർപ്പാടുകളിൽ. അള്ളാഹു എല്ലാത്തിനും നീ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണ റഹ്മാനെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിവിധങ്ങളായ ഉദ്ദേശത്തിന് വേണ്ടിയ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, മക്കളിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ എല്ലാവരിലൂടെയും കണ്ണുകൾ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കഠിനവും കഠോരവുമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، واجعلنا للمتقين إماما، واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله.